നമുക്കിനി കണ്ണൂരിലേക്ക് പോകാം. അവിടെ പയ്യന്നൂരിൽ CPM-ൽ വിഭാഗീയത രൂക്ഷമാണ്. LDF-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി തന്നെ മത്സരരംഗത്തെത്തുകയാണ്. പയ്യന്നൂർ നഗരസഭയിലെ 36-ാം വാർഡിലേക്കാണ് കാര നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി വൈശാഖ് സി സ്വതന്ത്രനായി മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥിത്വം പ്രാദേശിക CPM നേതാക്കളുടെ എതിർപ്പ് കാരണമാണെന്നാണ് വൈശാഖ് സി റിപ്പോർട്ടറിനോട് പറഞ്ഞത്. നമുക്ക് പ്രതികരണം കേൾക്കാം. പുറത്താക്കി അതുപോലെ തന്നെ ബ്രാഞ്ചിന്റെ ചാർജ് ഏരിയ കമ്മിറ്റി അംഗത്തിന് കൊടുക്കും. ബോധപൂർവമായിട്ടുള്ളൊരു നടക്കുന്നത് പ്രാദേശിക നേതാക്കൾക്കെതിരെയുള്ളൊരു പ്രതികരണം മാത്രമാണ്. അതുകൊണ്ട് പാർട്ടിക്കോ നയത്തിനെതിരോ നമ്മൾ ഒരു തരത്തിലും എതിരല്ല. നമ്മൾ പാർട്ടിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പാർട്ടിയായി തന്നെ ജീവിക്കും. പാർട്ടിയായി ജനിച്ച ആൾക്കാരാണ്. പാർട്ടി കുടുംബങ്ങളാണ്. ഞാൻ DYFന്റെ മേഖല വൈസ് പ്രസിഡന്റായിരുന്നു. എല്ലാം ഈ കഴിഞ്ഞ സമ്മേളനത്തിന് തൊട്ട് മുന്നേ ഒരു കാരണമില്ലാതെ DYF മേഖലാ കമ്മിറ്റി പുറത്താക്കി. മേഖലാ കമ്മിറ്റി തന്നെ പുറത്താക്കിയ സമയത്ത് തന്നെ ഞാൻ പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് കത്ത് എഴുതിയിരുന്നു. പിന്നെ എനിക്ക് ഇങ്ങനെ തുടർന്ന് പോകാൻ പറ്റില്ല, DYFന്ന് ഒരു കാരണമില്ലാതാണ് പുറത്താക്കിയത് പുറത്ത് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവരാരും ബന്ധപ്പെട്ടില്ല. ഞാൻ സ്ഥാനാർത്ഥിയാവണം അങ്ങനെ നിന്ന് വന്നതൊന്നുമല്ല. എന്നോട് നാട്ടിലെ പ്രാദേശിക എന്റെ നാട്ടിലെ ആൾക്കാർ, എന്റെ നാട്ടിലെ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ എന്നോട് നിൽക്കണം അഭ്യർത്ഥന വഹിച്ച് അങ്ങനെ പറഞ്ഞടിച്ചായിട്ട് മാറുന്നതാണ്. നമ്മ വീടിലെ എല്ലാ മെമ്പർമാരും നമ്മുടെ കൂടെ തന്നെയുണ്ട്. നാട്ടിലെ എല്ലാ മെമ്പർമാരും ഉണ്ട്. നാട്ടുകാർ നമ്മുടെ കൂടെ തന്നെയാണ്. അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത്. അഭിജിത്ത്, പയ്യന്നൂരിലെ വിഭാഗീയത എന്നും പാർട്ടിക്ക് ഒരു തലവേദനയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കുന്നത്? വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തലവേദന അത് പയ്യന്നൂരിൽ CPM-ന് ഉണ്ടാവുകയാണ്. വൈശാഖിന്റെ സ്ഥാനാർത്ഥിത്വം, ആ പ്രഖ്യാപനം അത് തലവേദനയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പയ്യന്നൂരിലെ വിഭാഗീയത ഒരു പരിധിവരെ അവസാനിച്ചെന്ന് കരുതിയതാണ്. പക്ഷേ ഈ വൈശാഖിന്റെ സ്ഥാനാർത്ഥിത്വം വരുന്നു. അത് ആ പ്രദേശത്ത് CPM-നെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ രീതിയിലുള്ള വിഭാഗീയതയൊക്കെ പുകഞ്ഞു വരുന്നതാണ്. ഇതിപ്പോൾ 36-ാം വാർഡിൽ നിന്നാണ് താൻ വിമതനായി, താൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്നുള്ള കാര്യം വൈശാഖ് തന്നെ പറയുന്നത്. പ്രചാരണവും ആരംഭിച്ചിട്ടുണ്ട്. താൻ പാർട്ടി നയങ്ങൾക്കോ പാർട്ടിക്കോ എതിരല്ല എന്ന് വൈശാഖ് പറയുന്നു. മറിച്ച് പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾക്കെതിരെയുള്ള ഒരു എതിർപ്പാണ് തന്നെ ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിച്ചത് എന്നാണ് വൈശാഖിന്റെ മറുപടി. പക്ഷേ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി പാർട്ടിയുടെ തീരുമാനത്തെ മറികടന്ന് മത്സരത്തിന് ഇറങ്ങുകയാണെങ്കിൽ പാർട്ടി അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പാർട്ടി നേതാക്കൾ ഇതിനോടകം തന്നെ ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് ആവശ്യമായ നടപടികൾ തുടങ്ങിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വൈശാഖുമായി പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ തന്നെ സംസാരിച്ചു എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ തന്റെ സ്ഥാനാർത്ഥിത്വവുമായി മുന്നോട്ട് പോകുമെന്ന കാര്യമാണ് നിലവിലേതായാലും വൈശാഖ് സൂചിപ്പിച്ചിട്ടുള്ളത്. അവിടെയുള്ള പ്രാദേശിക പ്രവർത്തകർ, CPM-ന്റെ പ്രവർത്തകരുടെയൊക്കെ പിന്തുണ വൈശാഖിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഭാവിയിലും ഇത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഈ വൈശാഖ് വിജയിച്ചാൽ അത് കാരണമാകുമെന്നുള്ള ഭയം അത് CPM-നുണ്ട്. അതിനാൽ തന്നെ ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനാവശ്യമായ നടപടികൾ ഒരു പക്ഷേ CPM-ന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഊർജിതമായി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വിനീത, ശരി. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.